നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രകമ്പനം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വിജയകരമായിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 2 ആഴ്ചകളിലേക്ക് എത്താൻ പോവാണ് സിനിമ. ആൻഡ് ഐ ഹാവ് വിത്ത് മീ സാഗർ സൂര്യ. ഹായ് സാഗർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ഹായ് ഫസ്റ്റ് ഓഫ് ഓൾ. ഹായ് 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 ഹായ്. ഒന്നാമത്തെ കാര്യം, അതിനുശേഷം അല്ലെങ്കിൽ ഓരോ സിനിമകൾ കഴിയുന്തോറും സാഗറിന്റെ ഗ്രാഫൊക്കെ അല്ലെങ്കിൽ റോളുകൾ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ എന്താ പറയാ മാഷപ്പ് പരിപാടികൾ അല്ലെങ്കിൽ പൃഥ്വിരാജ്, കമൽഹാസൻ ഉൾപ്പെടെയുള്ളവർ സാഗറിന്റെ അഭിനയത്തെ കുറിച്ച് സംസാരിച്ചൊക്കെ എടുത്ത് മാഷപ്പ് വീഡിയോസ് ഒക്കെ ഞാൻ ഒരുപാട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാറുണ്ട്. സാഗർ അത് കാണാറുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് യുവർ നമ്മുടെ സ്വയം ഉണ്ടാവുന്ന ഒരു ഇംപ്രഷൻ എന്താണ്? അയ്യോ, ഇത് എല്ലാ ആക്ടേഴ്സും കുതിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് വർഷത്തെ ഒരു ജേണിയാണ്, ഏകദേശം ഒരു 10 വർഷത്തെ ഒരു ജേണിയാണ് ഈ പ്രോസസ്സിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി വന്നത്. പക്ഷേ അത് പണി എന്ന സിനിമയിലായിരുന്നു എനിക്ക് വലിയൊരു വഴിത്തിരിവ് കിട്ടിയത്. ആ സിനിമ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടൊരു അപ്രിസിയേഷൻ കിട്ടി. കമലഹാസൻ സാറും മണിരത്നം സാറും കാർത്തിക് സുബ്ബരാജും അതുപോലെ സ്റ്റേറ്റ് അവാർഡിന് എനിക്കും ജുനൈസിനും ആണെങ്കിൽ ഇപ്രാവശ്യത്തിൽ പരാമർശം ഉണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. ഇതൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടതാണ്. ആ സ്വപ്നത്തിലേക്ക് പതുക്കെ പതുക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഉം. ഇല്ല, ഇപ്പൊ നമ്മള് എനിക്ക് കുറച്ച് ചോദിക്കാനുണ്ട്, പക്ഷെ അതിന് മുമ്പ് പ്രകമ്പനം ഒന്ന് നമുക്ക് കവർ ചെയ്തിട്ട് പോവാം. ആക്ച്വലി ഒരു ഉറപ്പായിട്ടും. ഒരു ഒരു ഹൊറർ കോമഡി ജോണറിൽ ഇറങ്ങുന്ന ഒരു സിനിമ ആകുമ്പോൾ നമ്മുടെ ഉള്ളില് കുറച്ചധികം സിനിമകൾ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അടുത്ത കാലം ഇപ്പൊ രോമാഞ്ചം ഉണ്ടാവും, അല്ലെങ്കിൽ അടികപ്പേരെ കൂട്ടുപണി ഉണ്ടാവും. ഇപ്പൊ ഉം. ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു ഡെക്കേഡിൽ ഇറങ്ങിയ 2 സിനിമകൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൗണ്ട് ചെയ്യാം. പ്രകമ്പനത്തിന്റെ അതെ സ്ക്രിപ്റ്റ് അതെ. ആദ്യം കേൾക്കുമ്പോഴേക്കും സാധാരണ കണക്ട് ചെയ്തതും അത് തന്നെയാണോ, അല്ലെങ്കിൽ അതിൽ നിന്നും എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നതിനെ പറ്റി നിങ്ങൾ റിപ്പീറ്റഡ്ലി ചർച്ച ചെയ്തിട്ടുണ്ടോ, ലൈക്ക് സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തോ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിലോ ഒക്കെ തന്നെ? അല്ല, ഞാൻ പണി കഴിഞ്ഞതിന് ശേഷം കുറെ സ്ക്രിപ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ചെയ്യണം എന്നുള്ള സ്ക്രിപ്റ്റ് വേണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കുറെ ഉം. സ്ക്രിപ്റ്റുകൾ ഇത് കേട്ടു. പക്ഷെ അത്തരം തരത്തിലുള്ള എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റുകളൊന്നും എനിക്ക് ചെയ്യാൻ തോന്നിയില്ല. അപ്പോഴാണ് പ്രകമ്പനത്തിന്റെ സ്ക്രിപ്റ്റുമായിട്ട് വിജയ് ചേട്ടനും അതിന്റെ റൈറ്റർ ശ്രീഹരി ബ്രോയും വന്ന് അപ്രോച്ച് ചെയ്യുന്നത്. ഉം. അങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റിന്റെ ഒരു തുടക്കം ഉണ്ടാവുന്നത്. അപ്പൊ ഈ ക്യാരക്ടർ പുണ്യാളൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ഒരുപാട് പ്ലേ ഉള്ളതും ഈ പടത്തിന്റെ ഒരു സെൻട്രൽ ക്യാരക്ടറാണ്. അപ്പൊ ഈ അതെ. പുണ്യാളൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ വർക്കൗട്ട് ആയില്ലെങ്കിൽ സിനിമയിൽ തന്നെ ഭയങ്കര മോശമാവുമെന്ന് എനിക്കറിയാം. അപ്പൊ അതിന്റെ ഒരു പ്രഷർ മീൻസ് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും ഡയറക്ടർ സൈഡിൽ നിന്നും ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ആക്ടർ എന്നുള്ള രീതിയിൽ ഭയങ്കര ചലഞ്ച് ആയിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള, ഭയങ്കര ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ചലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും എടുത്താൽ മാത്രമേ ഈ സ്പേസിൽ നമുക്ക് നമ്മുടേതായിട്ടൊരു സ്ഥാനം പിടിക്കാൻ പറ്റുള്ളൂ ഉം. എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് പ്രകമ്പനം എന്ന് പറയുന്ന സ്ക്രിപ്റ്റിലോട്ട് വരുന്നതും അതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള വർക്കൗട്ടുകളും ട്രെയിനിങ്ങുകളും മല്ലി ചേച്ചിയുടെ അടുത്ത് പോയിട്ട് കുറെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നു. ഡയറക്ടറുടെ ഭാഗത്തു നിന്നാണെങ്കിലും അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഫൈനലി ആ ക്യാരക്ടർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഡോൺ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആ പേര് ഒന്ന് ബ്രേക്ക് ചെയ്ത് പിന്നെ പുണ്യാളിനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കിത് ഭയങ്കര വണ്ടർഫുൾ ജേർണി പ്രകമ്പനത്തിൽ തോന്നിയെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഡേ നിങ്ങൾ എത്തുന്നത് ലിമിറ്റഡ് സ്ക്രീനിലാണ്. പിന്നീട് വേർഡ് ഓഫ് മൗത്തിലൂടെ സ്ക്രീനുകളുടെ എണ്ണം കൂടുന്നു. പല മേജർ അതെ അതെ സിനിമേഴ്സിലും അതെ പ്രധാന തിയേറ്റേഴ്സുകളിലെ ഏറ്റവും വലിയ തിയേറ്റർ, ഇപ്പൊ മൾട്ടിപ്ലക്സുകളാണെങ്കിൽ അതിന്റെ ഒരു മേജർ സ്ക്രീനിൽ പ്രകമ്പനം സ്ക്രീൻ ചെയ്യുന്നു. അത് അതെ അതെ. ഒക്യുപ്പൈഡ് ആകുന്നു. ഇത് വേണമെങ്കിൽ ഞാൻ സാഗറിനെ ഇരുത്തി തള്ളുന്നതല്ല, എന്തെങ്കിലും ഡേറ്റ ഉണ്ട് സാഗറിനെ ഇരിക്കുന്ന പോലെ തന്നെ. അപ്പൊ അപ്പൊ അറിയാം അതുകൊണ്ട് അറിയാം. അതെ, അപ്പം നാച്ചുറലി ആ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ. സാറിന് അതെ എന്താ അതെ അതെ. തോന്നുന്നത്, ഒരു പ്രൊമോഷൻ പരിപാടി എന്നുള്ള രീതിയിൽ വേർഡ് ഓഫ് മൗത്തിന് എത്രമാത്രം സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു 5 ഡേയ്സ് മാറ്റി വെക്കുന്നതിനേക്കാൾ അയ്യോ, കൂടുതൽ ഈ വേർഡ് ഓഫ് മൗത്തിന് എന്തുമാത്രം പവർ ഉണ്ട്? കാരണം പ്രകമ്പനം കയറിയത് വേർഡ് ഓഫ് മൗത്തിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് ഉറപ്പ്. ചോദിക്കുന്നത്. ഷുവർ 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 ഷുവർ. വേർഡ് ഓഫ് മൗത്ത് വഴിയാണ് ഈ പടം കയറിയിട്ടുള്ള 100% എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ പടം ഇറക്കുമ്പോൾ തന്നെ വളരെയധികം ഷോസ് കുറവായിരുന്നു. അപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ അതെ. ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ലിമിറ്റഡ് ഷോസ് മതി. ഈ കുറെ ഷോസ് ഉണ്ടായിട്ട് പച്ച കെത്തി കിടക്കുന്നതിനെക്കാട്ടും നല്ല ലിമിറ്റഡ് ഷോസിൽ മഞ്ഞ കാണുമ്പോഴുള്ള ഒരു സുഖം ഉണ്ടല്ലോ. അപ്പൊ നമുക്കിതൊരു നമ്മുടെ പ്രൊഡക്റ്റിന് ഭയങ്കരമായിട്ടുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ പടം തുടക്കം മുതൽ ഈ പടത്തിന്റെ ഡബിങ്ങിന്റെ പ്രോസസ്സ് എല്ലാം കഴിയുന്ന ഒരു പടം ഒരു ഷുവർ ഷോട്ട് പോവും, ആൾക്കാർക്ക് എന്തായാലും നിരാശപ്പെടുത്തില്ല, ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വന്നു. പലരും വിചാരിച്ചിരുന്നില്ല പ്രകമ്പനം ഇത്ര ഒരു ലെവലിലോട്ട് പോവോ എന്ന്. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഉം. ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. അപ്പൊ ആദ്യം വളരെ കുറച്ച് ഷോസ് ആയിരുന്നു. പിന്നെ അത് പതുക്കെ 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 എല്ലാ സെന്ററിലും ഇഷ്ടം പോലെ ഷോസ് ആയി. ഇന്നും ഇപ്പോഴും 2 ആഴ്ച കഴിഞ്ഞിട്ട് പ്രകമ്പനമാണ് എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. അത് ഉറപ്പായിട്ട് ഈ പടം മൗത്ത് പബ്ലിസിറ്റിയോടെ തന്നെയാണ് വന്നത്. നമുക്ക് ഒരു നല്ലൊരു പടമാണെങ്കിൽ അത് ജനങ്ങൾ തന്നെ അത് ഏറ്റെടുക്കും. ഭയങ്കര വലിയ പ്രൊമോഷൻ ഇല്ലെങ്കിൽ കൂടിയും ആവശ്യത്തിന് പ്രൊമോഷൻ മതി. ബാക്കിയൊക്കെ ജനങ്ങൾ കണ്ട് പറഞ്ഞു 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 പറഞ്ഞ് അത്
തിയേറ്ററിലേക്ക് ആള് വരുമ്പോൾ ഒരു സുഖം വേറെ തന്നെയാണ്. നമ്മൾ നമ്മുടെ പടത്തെ പറ്റി ഒരുപാട് പറയുന്നതിനെക്കാട്ടും നല്ല ജനങ്ങൾ കണ്ട് സ്വീകരിച്ച് അവര് പറഞ്ഞ് കുറെ ആൾക്കാര് തിയേറ്ററിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു റെസ്പോൺസ്, ആ ഒരു സന്തോഷം ഭയങ്കര വലുതാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ വേർഡ് ഓഫ് മൗത്തിന്റെ കൂടെ തന്നെ ഈ റിവ്യൂവേഴ്സും നിങ്ങളുടെ സിനിമ നല്ല സിനിമ ഗംഭീരമായതുകൊണ്ട് ഉറപ്പായിട്ടും തന്നെയാണ് അവരും പറഞ്ഞത്. അല്ലാതെ അവർ ചെയ്ത അതെ ഫേവർ അതെ എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ അതെ അവരുടെ ഒരു പബ്ലിസിറ്റി അല്ലെങ്കിൽ അവര് പറഞ്ഞ ഒരു കാര്യം കൂടെ പോയിന്റ് ആയിട്ടില്ല. ഇപ്പൊ പലരും ഉണ്ട്. റിവ്യൂവേഴ്സിനെ നെഗറ്റീവായിട്ട് പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പോസിറ്റീവ് ഫാക്ടറും കൂടി ഈ സിനിമയ്ക്ക് ഗുണമായിട്ടില്ലെന്നുള്ളത്. പിന്നെ ഉറപ്പായിട്ടും ഉണ്ട്. റിവ്യൂസ് നമ്മളിപ്പോ എന്തൊക്കെ വേണമെങ്കിലും പറയാം. നമുക്ക് റിവ്യൂസ് ജനങ്ങളിലേക്ക് ഇമ്പാക്ട് ചെയ്യുന്നില്ല, നല്ല പടമാണെങ്കിൽ കേറും. പക്ഷെ എന്റെ അറിവിൽ ഒരു പരിധി വരെ റിവ്യൂസിന്റെ ഒരു ഇത് ഫോളോ ചെയ്തിട്ട് സിനിമ തിയേറ്ററിലേക്ക് കാണുന്ന ആൾക്കാരുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ മെജോറിറ്റി എല്ലാ ആൾക്കാർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എല്ലാ ആൾക്കാർക്കും. അപ്പൊ അത് വലിയൊരു പ്ലസ് ആണ്. പക്ഷെ റിവ്യൂസിന്റെ ഒരു സ്വാധീനം, ഒരു സപ്പോർട്ട് നമ്മുടെ പടത്തെ പറ്റി നല്ല രീതിയിൽ പറഞ്ഞതിന് ഉള്ള ജനങ്ങൾക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് സിനിമയില്. അത് സത്യമാണ്. ഓക്കെ. എല്ലാ ഇപ്പം ആൾക്കാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു നല്ല പടമാണെന്ന്. ആരും വലിയ രീതിയിൽ ആരും മോശം തന്നെ പറഞ്ഞിട്ടില്ല ഈ സിനിമയെ പറ്റിയിട്ട്. അതെ. ഇപ്പൊ ഇതിന്റെ സിനിമ ഞാൻ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇതിന്റെ വൺ ലൈൻ ഭയങ്കരമായിട്ട് വർക്കായി. ഇത് വൺ ആ ലൈൻ ഭയങ്കര രസമായിട്ട് തോന്നി. അത് വർക്ക് ചെയ്യുമ്പോഴേക്കും ഇപ്പം ജസ്റ്റ് ആഡ് ഓൺ ഓരോ സീൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഹ്യൂമർ കയറ്റാം എന്ന് പറയുന്നൊരു തോന്നൽ ഇപ്പം നിങ്ങൾ മൂന്നുപേരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം നിങ്ങൾ സ്ക്രിപ്റ്റ് അനുസരിച്ച് അതെ 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 പോവുകയായിരുന്നോ അതോ ആഡ് ഓൺ ചെയ്ത ഹ്യൂമേഴ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്? പ്രോപ്പർ ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഇതിനായിട്ടുണ്ട്. ശ്രീഹരി ആണ് ഇതിന്റെ റൈറ്റർ. ഇതിന്റെ സ്റ്റോറി വിജയ് ശേഖറാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ കോംബോ ഭയങ്കരമായിട്ട് അടിപൊളിയായിരുന്നു. ഞാന് അമീനും ഗണപതി എന്ന് പറയുന്ന ഒരു കോംബോ കാണുമ്പോൾ തന്നെ ഓഡിയൻസിന് ഫ്രഷ് കോംബോ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ആ അതെ അതെ കാസ്റ്റിംഗ് അതെ. ഭയങ്കര പക്കയായിരുന്നു. അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു പുതുമ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് ഓരോ സീനുകൾ നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണെങ്കിലും സീൻ എങ്ങനെ നന്നാക്കുക എന്നുള്ള മാക്സിമം എഫേർട്ട് നമ്മൾ അത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ അമീനാണെങ്കിലും ഗണപതി ആണെങ്കിലും നമ്മൾ ഇരുന്ന് ഓരോ സീനും ഡിസ്കസ് ചെയ്ത് ഡയറക്ടറും റൈറ്ററും എല്ലാം കൂടി അപ്പൊ കിട്ടാവുന്ന കുറെ കൗണ്ടറുകളും കാര്യങ്ങളും ഒക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരുപാട് എലമെന്റ്സ് ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഒന്നുപോലും ഭയങ്കരമായിട്ട് മോശമായിട്ടോ ആഹ് ഒരു കൗണ്ടർ പോലും ഭയങ്കര മോശമായിട്ട് വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞ എല്ലാതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് കൈയടികൾ കിട്ടിയിട്ടുണ്ട്. ഓരോ സീൻ അങ്ങനെ വർക്ക് ചെയ്തെടുത്താണ് അതിന്റെ ഗുണം ഉണ്ടായി സത്യത്തില്. നമ്മുടേതായിട്ടുള്ള എല്ലാ ആക്ടേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു അതില്. അല്ല സാർ ഇപ്പം ഒരു ഹോസ്റ്റലിൽ നടക്കുന്ന ഒരു കഥ. ഈ ഉം. ഹോസ്റ്റലിൽ നടക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ അടിയൊപ്പേര് വരും, അല്ലെങ്കിൽ ഒരു കൂട്ടം ചേർന്ന ആളുകളാണെങ്കിൽ നമുക്ക് രോമാഞ്ചം വരും. ഇവർ അതെ യൂസ് ചെയ്ത റിപ്പറ്റേറ്റീവ് കോമഡീസ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കാനുള്ളതാണല്ലോ. സീരിയസ് സീൻസ് ഒക്കെ നമുക്ക് അതെ അതെ വേണമെങ്കിൽ റിപ്പീറ്റ് യൂസ് ചെയ്യാം. കോമഡി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതേ അതെ അതെ സിറ്റുവേഷനിൽ നിന്ന് അതെ അടിച്ചു മാറ്റുക എന്നുള്ള തോന്നലുണ്ടാവും. ഞാൻ ചോദിക്കുന്നത് ഇത് അതാണ്. ഫ്രഷ് ആക്കണം എന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ആദ്യം മുതൽ ഉണ്ടായിരുന്നു? അതോ സ്ക്രിപ്റ്റ് ഹിയറിംഗിൽ സാഗറിന് തോന്നിയ ഒരു ഹുക്ക് പോയിന്റ് എന്തായിരുന്നു ഈ പടത്തിൽ? അല്ല, ഈ സ്ക്രിപ്റ്റില് എന്റെ ക്യാരക്ടറിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണല്ലോ കഥയിലുടനീളം. പിന്നെ അതെ അത് അതെ സോൾവ് അതെ. ചെയ്യുന്നതാണ് കഥ. അത് തന്നെ ഒരു എനിക്കിപ്പോഴും അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഫ്രഷ് ആലോചിക്കുമ്പോൾ എലമെന്റ് ആണ്. അത് ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു ഈ പരിപാടി ചെയ്തേ പറ്റൂ. കാരണം നല്ല കഥകൾ കിട്ടാനാണ് ഭയങ്കര പാട്. ആ ഒരു നല്ലൊരു കഥ കിട്ടി നമ്മുടെ പെർഫോമൻസ് ചെയ്ത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുക, അത് ജനങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യം. എളുപ്പമല്ല അത്. ഇപ്പോഴത്തെ ഒരു സമയത്ത് ജനങ്ങളുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഒക്കെ ഉള്ളിലേക്ക് കയറാൻ. അപ്പൊ നമ്മൾ ഓരോ നിമിഷത്തെ ഓരോ പോയിന്റിലും നമ്മൾ പെർഫോമൻസ് ചെയ്യുമ്പോൾ നമ്മളിത് അടിക്കണം, നമുക്കിത് അടിക്കണം, നമ്മൾ മൂന്നുപേര് അങ്ങനെ 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 ഒരു വാശിക്ക് അങ്ങനെ എല്ലാ ആൾക്കാരും കട്ടയ്ക്ക് നിന്ന് വർക്ക് ചെയ്തതാണ്. അത് നമ്മൾ പടം സ്വിച്ച് ഓൺ ചെയ്യുന്ന ആ ദിവസം തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. നമുക്ക് അപ്പോഴേ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ വരുന്നുണ്ട് നമ്മൾ ഓരോ സീനും കഴിയുമ്പോഴും. അപ്പൊ ആ വിശ്വാസം തെറ്റിയില്ല. അപ്പൊ ഞാന് ക്രൂവിന്റെ അടുത്ത് പറയായിരുന്നു ഈ സിനിമ എങ്ങാനിത് മോശമായി പോയാൽ എന്റെ ജഡ്ജ്മെന്റ് മൊത്തം തെറ്റിപ്പോകും. ഇനി ഏത് സിനിമയാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക, എന്ത് സ്ക്രിപ്റ്റ് ആണ് ചൂസ് ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് വരും. അതിലൊരു പേടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആ ജഡ്ജ്മെന്റ് ശരിയായി. ആ ജഡ്ജ്മെന്റ് തെറ്റായി പോയി ഇനി എന്താണ് ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളൊരു വലിയൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ജഡ്ജ്മെന്റ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം കറക്റ്റായി. അതിന്റെ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ പറയാണ്. ഞാൻ ഈ സിനിമ കണ്ട സമയത്ത് എനിക്ക് ഈ ഉം. സിനിമയിലോട്ട് ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് ഇന്നാവാൻ സമയം എടുത്ത ആളാണ് ഞാൻ. അപ്പൊ ഞാനിത് എങ്ങോട്ടാണ് ഈ ആണ് പടം ആണ്. പോകുന്നത് ഉള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന സമയത്താണ് ഇത് ചിലപ്പോൾ സ്പോയിലർ ആയിരിക്കാം. ബട്ട് ഈ നിങ്ങൾ ചിതാവസ്തു എടുത്ത് മൂക്കുപ്പൊടി ആക്കുന്ന പോയിന്റിൽ അത് മാറ്റി.
പിന്നെ ഒരു റൈഡാണ്. അതെ, പിന്നെ ആ ഒരു റൈഡിൽ ഞാൻ കയറി. ഞാൻ അതെ, ചോദിക്കുന്നത് എന്റെ ഒരു പെർസ്പെക്റ്റീവ് അതെ. ആണോ നിങ്ങളുടെ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് ഉള്ളിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആ. കണ്ടുകൊണ്ടിരുന്ന സമയത്തും ഈ തുടക്കത്തിലെ ഈ ഒരു സ്ലോ സ്റ്റാർട്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നോ? കാരണം നിങ്ങൾ എത്തുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഒരു റൈഡ് തുടങ്ങുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിലേക്ക് മനസ്സിലായി, എത്താനുള്ള ഒരു മനസ്സിലായി. സ്ലോ സ്റ്റാർട്ട് ഉണ്ടായിരുന്നു, ആദ്യമേ ഒരു ഏഹ് പോയിന്റ് ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. എനിക്കറിയാം. ഈ പടത്തിനൊരു ഹുക്ക് എലമെന്റ് ആ പോയിന്റിൽ തന്നെയായിരിക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ജനങ്ങൾക്ക് പോവാൻ നമുക്കറിയാം ഓൾറെഡി. ഈ കഥ ഉം, പറഞ്ഞു വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ഉം, ഉം, അതെന്തായാലും കുറച്ചെടുക്കും. അതിന്റെ ഇടയിൽ ഭയങ്കരമായിട്ട് മുഷിപ്പിക്കാതെ ആ പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നുകൂടി ക്രിസ്പ് ആക്കിയിട്ടുണ്ട്. ഇതിനും കൂടുതൽ ലെങ്ത് ഉണ്ടായിരുന്നു. പിന്നെയാണ് എഡിറ്റിൽ അത് ഓ, വളരെയധികം ഷോർട്ടാക്കി ക്രിസ്പാക്കി വന്നത്. പിന്നെ അതിൽ കുറച്ച് പെർഫോമൻസും ആ പാട്ടും പിന്നെ കണ്ണൂരുള്ള ആ സനീഷ്, ബോബ് അവരുടെ ഉം, പരിപാടി ഹ്യൂമറിലൊക്കെ കുറച്ചൊക്കെ അങ്ങനെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. കുറെ പേർക്കൊക്കെ അത് ഒന്നും അങ്ങനെ തോന്നിയിട്ടേ ഇല്ല കേട്ടോ. ഉം, ഉം, ആ പോയിന്റ് വരെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നാ പറയുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു പോയിന്റ് കൺസിഡർ ഉണ്ടായിരുന്നു. ഇവിടെ മുതലായിരിക്കും ഈ പടത്തിന്റെ ഭയങ്കരമായിട്ടുള്ള ഹൈ വരുന്നത്, ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വരുന്നത്. പിന്നെ അവിടുന്ന് ജനങ്ങൾ ഭയങ്കരമായിട്ട് അത് ആസ്വദിക്കും നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു. ഉം, ഉം. അതെ, കാരണം ഞാൻ നോക്കുമ്പോൾ തിയേറ്റർ റെസ്പോൺസ് അങ്ങനെയായിരുന്നു. കാരണം നിങ്ങൾ ആ എലിവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആ പോയിന്റിൽ എത്തുന്നത്. ആ എലിവേഷൻ തൊട്ടേ അതെ, ചിരി തുടങ്ങി. അതായത് അതെ, ഇത് അതെ, ഒരു അതെ, അതെ. ഫ്രഷ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഓഡിയൻസിനും ഓക്കെ എന്നൊരു തോട്ട് വന്ന് അവരും ചിരിക്കാൻ തുടങ്ങി. ഓക്കെ, ഇനി എന്തൊക്കെയായിരിക്കും എന്നുള്ളത് അവരുടെ ഉള്ളിൽ ആണ്, തന്നെ ആണ്, ആണ്. ചിന്തിച്ച് ചിരിക്കാൻ തുടങ്ങുമെന്ന് പറയത്തില്ലേ. ആണ്, ആ ആണ്. നമുക്ക് പോയിന്റിലേക്ക് എന്തായാലും ആ നീ സ്റ്റാർട്ടിങ്ങില് എങ്ങനെ പോവാണെങ്കിൽ അത് ആ സമയം എടുക്കും. ഒരു കഥ എങ്ങനെ ആ സംഭവത്തിലേക്ക് വരും. അപ്പൊ ചാടിക്കേറി ആ പോയിന്റിലേക്ക് ഒരിക്കലും കടക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ആ എക്സാക്ട്. സീൻ അതുവരെയുള്ള ഡ്യൂറേഷനിൽ മാക്സിമം നമ്മളത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ സാധാരണ കരിയർ ലൈഫിലേക്ക് ഞാൻ വരാം. ഇപ്പം ഞാൻ ഉം. ഈ റീൽസ് കാണുന്ന പരിപാടി എന്ന് പറയുമ്പോഴേക്കും ഇപ്പം കുരുതി കൊണ്ടുവന്ന് സീരിയസ് ആക്കുന്നു, പണി കൊണ്ടുവന്ന് സീരിയസ് ആകുന്നു, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്നു. നേരെ മറിച്ച് നമുക്ക് ഉം. പെർഫോം ചെയ്യാനുള്ള ഹ്യൂമർ ആണെങ്കിൽ പോലും യു ക്യാച്ച് ദാറ്റ്. ഇപ്പൊ പ്രകമ്പനമായാൽ പോലും അതെ. പോലുള്ള സിനിമകൾ പിടിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഉം. നമ്മുടെ ഈ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ആ. ഒന്നിൽ മാത്രം ഒതുങ്ങുന്നില്ല, നമ്മൾ ഇവിടെയും നമുക്ക് തെളിയിക്കാം എന്ന് പറയുന്ന ഒരു ഗ്രാഫ് മനഃപൂർവ്വം എടുക്കുന്നതാണോ, ഉം. വരുന്നത് പോലെ വരുന്നതാണോ, എന്താണ്, ആണ്. വാട്ട് ഇസ് യുവർ കരിയർ പ്ലാൻ? ഉറപ്പായിട്ടും. അല്ല, ഉറപ്പായിട്ടും ഇത് ഞാന് ഒരു 10 വർഷത്തോളം ഞാൻ ഫസ്റ്റിന്റെ പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും തട്ടിമുട്ടി എന്നാണ് എന്റെ കരിയറിന്റെ തുടക്കം. അതെ. ആദി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മനോരമ ചാനലിനകത്ത് എന്റെ ഒരു തുടക്കം ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്നാണ് ആദ്യ സിനിമ സംഭവിക്കുന്നത്. ഉപചാരപൂർവ്വം, ഗുണ്ടാജയൻ, പിന്നെ കുരുതി, കാപ്പ, കാസർഗോഡ്, ജനഗണമന, ജോയിൻ അങ്ങനെ കുറച്ച് ചെറുതും വലുതുമായിട്ടുള്ള സിനിമകൾ ചെയ്തു. പക്ഷെ അതെ. കുരുതി സിനിമ ഇറങ്ങിയപ്പോ ആ സിനിമയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. കൊറോണ സമയത്തൊക്കെയാണ് ഇറങ്ങിയത്. OTT-യിലാണ് പടം ഇറങ്ങിയത്. അപ്പൊ എന്നെയും നസ്ലിനെയും പറ്റിയിട്ടൊക്കെ ഭയങ്കര ചർച്ചകളും രാജേഷേട്ടൻ നമ്മളെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവര് ഭാവിയിൽ വളർന്നു വരാൻ പറ്റുന്ന ആക്ടേഴ്സ് ആണ് എന്നുള്ള രീതിയിൽ. അപ്പൊ അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് പ്രചോദനം ഉണ്ടാക്കിയിരുന്നു. നമുക്ക് ഇവരൊക്കെ പറയുമ്പോഴാണല്ലോ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് പറ്റും, മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ നല്ല സിനിമകൾ സത്യം പറഞ്ഞാൽ സംഭവിച്ചില്ല. കുരുതി കഴിഞ്ഞിട്ട് പോലും നല്ല സബ്ജക്റ്റുകൾ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഉം, 2-3 വർഷത്തോളം സമയമെടുത്തു പണി എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് ഞാൻ എത്തിപ്പെടാൻ. ഉം, അവിടുന്നാണ് വലിയ ആ ക്യാരക്ടറിന് ഭയങ്കരമായിട്ടുള്ള ചർച്ച ഉണ്ടാവുന്നു. ആ പണി എന്ന ഷെയ്ഡിനെ പൊളിച്ച് മാറ്റാൻ ഭയങ്കര പാടെന്ന് എല്ലാരും പറഞ്ഞു. എന്റെ മനസ്സിൽ എത്ര ഇത് കിടന്നാലും ആ പേര് മാറ്റാൻ ഭയങ്കര പാടാണ്. അപ്പൊ അതിനെക്കാട്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ചെയ്യണം. അത് ഭയങ്കര ഹ്യൂമർ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കണം. ആ ഹ്യൂമറിൽ തന്നെ എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണം എന്ന് ഉം. മനസ്സിൽ ഭയങ്കരമായിട്ട് ഉറപ്പിച്ചിരുന്നു. അങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്തതും. ആ സെലക്ഷൻ മോശമായില്ല. അത് റൈറ്റ് ആയിട്ടുള്ള ഒരു ചൂസിങ് ആണ്. ഭയങ്കര സന്തോഷമുണ്ട്. അതിന്റെ ഉം. റിസൾട്ട് ഇപ്പൊ കിട്ടുമ്പോ ഒത്തിരി സന്തോഷം. ഇവര് രണ്ടും പറ്റും എന്ന ഓഡിയൻസ് പറയുമ്പോ അത് ഭയങ്കര ഹാപ്പിയാണ് ഇപ്പൊ. സാഗർ, അതോടൊപ്പം തന്നെ നമ്മൾ ഈ യങ്സ്റ്റേഴ്സിനിടയിൽ നമുക്കിപ്പോ പ്രോമിസിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് സാഗർ. ഇപ്പൊ ഞാൻ ഉം. പറഞ്ഞ പോലെ പ്രകമ്പനം കൂടി ആയപ്പോഴേക്കും ആ ഒരു ടിക്ക് ബോക്സും കൂടെ വീഴുക എന്ന് പറയത്തില്ലേ, ലൈക്ക് അതും അതെ, പറ്റും ഇതും പറ്റും എന്നുള്ള ഒരു ടിക്ക് ബോക്സ്, അതെ, അത് അതെ, അതെ, നമ്മള് ഒരു ബേർഡൻ ആയിട്ട് എടുക്കുന്നുണ്ട്. അതിന് വെച്ചൊരു ഏർലി സ്റ്റേജ് 10 വർഷം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴാണല്ലോ ഉം. നമുക്കൊരു സാഗർ ഒരു ഓവറോൾ ഒരു 360 ഡിഗ്രി കരിയർ അല്ലെങ്കിൽ അങ്ങനെ ഒരു റോൾസ് ആ. പറ്റുമെന്നുള്ളത് നമുക്കൊരു ചിന്ത വരുന്നത്. ബേർഡനായി തുടങ്ങിയോ അത്? ഇപ്പൊ കുറച്ച് അത് സത്യമാണ്. ഇപ്പൊ കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ആൾക്കാര് നമ്മളിൽ ഭയങ്കരമായിട്ട് പ്രതീക്ഷ കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്ക്രിപ്റ്റുകളും ഇപ്പൊ വരുന്നുണ്ട്. അപ്പൊ ഉം, അത് ആ റെസ്പോൺസിബിലിറ്റിക്ക് ഒരു സുഖമുണ്ട്. നേരെ മറിച്ച് ടെൻഷൻ ഇല്ലാതില്ല. പക്ഷെ ഉം. ജനങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ മേലിൽ ഒരു വിശ്വാസം വരുന്നു. അത് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് ചെറിയ പണിയല്ല. ഭയങ്കര കഷ്ടമാണത്. ഭയങ്കര പാടാണ്. ജനങ്ങളുടെ ഉള്ളിൽ നമുക്കൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും സംഭവിക്കില്ല. അത് കുറെയൊക്കെ നാളെടുത്തിട്ടാണ് അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയത്.
ആ സ്ഥാനം മെയിൻറ്റെയിൻ ചെയ്യണം. അതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നു ഓഡിയൻസ്. അത് കാത്തു സൂക്ഷിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളായിരിക്കും ഇനിയുള്ള എന്റെ ലൈഫില് ഉണ്ടാവുക. അതാരും നിരാശപ്പെടുത്തില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള നല്ല സ്ക്രിപ്റ്റുകൾ ഇനിയും വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പം സാഗർ അടുത്ത പ്രോജക്ട് ഏത് ചൂസ് ചെയ്യുന്നു എന്നുള്ള ആളുകൾക്ക് ഒരു കൗതുകമാണ്. ലൈക് ഓഫ്കോഴ്സ് ഇപ്പം ഒരു ആണാണ്. പാറ്റേണിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അടുത്തത് ഇതേ പാറ്റേണിൽ പിടിക്കുക എന്നുള്ളത്. ഇപ്പൊ പ്രകമ്പനത്തിന് കൂടെ ആണാണ്. ശേഷം ഇപ്പം സീരിയസ് കഥാപാത്രമായിട്ടാണ്, അല്ലെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ കഥാപാത്രമാണോ, അത് എക്സെൻട്രിക് ആണോ, ഇങ്ങനെ പല പല ഓപ്ഷൻസും ആളുകളുടെ മുന്നിലേക്ക് ഉണ്ട്. സോ ഉണ്ട്, ഉണ്ട്, ഉണ്ട്. എന്താണ് നെക്സ്റ്റ്, വാട്ട് ഇസ് നെക്സ്റ്റ്? വാട്ട് ഈസ് നെക്സ്റ്റ്? ഞാന് കുറെ സ്ക്രിപ്റ്റുകൾ വരുന്നുണ്ട്. ചില പടങ്ങൾ ചിലപ്പോൾ എക്സ്പെരിമെന്റുകളാവാം. ആഹ് അത് പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ ഇനി എന്നിൽ നിന്ന് കാണാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കണ്ടത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകളാണ് ഇപ്പൊ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഒരു സിനിമ ഷൂട്ട് നടക്കുന്നുണ്ട്. അതും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അത് ആ കഥയ്ക്കാണ് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടന്റ് ഉള്ളത്. അപ്പൊ ഞാൻ അതിൽ വിശ്വസിക്കുന്നു. ആ സിനിമയും ഇതുപോലെ ഒരു ചർച്ചയാവുന്ന ഒരു സിനിമയായിരിക്കും. ഞാൻ സിനിമയുടെ പേരോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അത് അവര് പടത്തിന്റെ ആൾക്കാർ ഒഫീഷ്യൽ അനൗൺസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അതാണ് ഇപ്പൊ കറന്റ്ലി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വേറെയും കുറച്ച് കഥകൾ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് കേൾക്കാൻ ഒരു ടൈം കിട്ടിയിട്ടില്ല. പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ഞാൻ എന്തൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ആക്ടറാണ്. അതിന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, ഓഡിയൻസിന് അത് ക്ലിയർ ആണ്. ആ അല്ല, അതൊരു ചലഞ്ചിങ്ങും ഉണ്ട്. ചിലപ്പോ അത് നന്നാവാം. പക്ഷെ നന്നാവാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. റിസ്കിന്റെ ഫാക്ടറും ഭയങ്കര കൂടുതലാണ്. നമുക്ക് വേണമെങ്കിൽ സേഫ് ആയിട്ട് പല സേഫ് ആയിട്ടുള്ള അതാണ് ക്യാരക്ടർ അതെന്റെ ഒരു പിടിച്ചു നെക്സ്റ്റ് പോവാം. ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് നമുക്ക് ആ ഇത് ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയല്ലേ. അതായത് ആണ്, ആണ്, ചിലപ്പോ ആണ്. തിയേറ്റർ വർക്കാവാം, ഇല്ലെങ്കിൽ വർക്കാവാണ്ടിരിക്കുക. നമുക്ക് ഇപ്പം ഉം, സാഗർ അതെ, പറഞ്ഞ പോലെ അതെ. ഞാൻ കുറച്ച് വർഷമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു സേഫ് മീറ്റർ പിടിച്ചാൽ എനിക്ക് കുറച്ചധികം നാളുകൂടെ ഇങ്ങനെ പോവാം. പക്ഷെ ഇത് ഒന്ന് പാളിയാ ചിലപ്പോ അത് രണ്ട് തരത്തിലേക്ക് മാറാം, അല്ലെങ്കിൽ ഉറപ്പാണ്, എന്റെ കുറെ ഉറപ്പാണ്, നാളത്തെ വിഷ് മാറാം. സോ ഉറപ്പാണ്. കുറെ റിസ്ക് പരിപാടിയില്ലേ ഇതിനകത്ത്? ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അങ്ങനെ റിസ്ക് ഉണ്ടെങ്കിൽ തന്നെ ഒരു ആക്ടേഴ്സിനാണെങ്കിൽ ഒരു ഒരു എനിക്ക് എന്റെ കാര്യം പറയാം കേട്ടോ. ആക്ടേഴ്സിനാണ് ഒരു രസമുള്ളൂ. നമുക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു രസമുള്ളൂ. ഇപ്പൊ പണി എന്ന് പറയുന്ന സിനിമയിൽ 2 വർഷത്തോളം ഞാൻ ജോയിച്ചേട്ടന്റെ കൂടെ ഞാനും ജൂനിയേഴ്സും സ്പെൻഡ് ചെയ്തു. ജോയിച്ചേട്ടന്റെ കിട്ടുന്ന എക്സ്പീരിയൻസും ആ പഠനവും വളരെ വലുതാണ്. ദിവസം ജോയിച്ചേട്ടൻ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രകമ്പനം വരികയാണെങ്കിൽ അത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിന് വേറെ ക്യാരക്ടർ മാനേഴ്സ് ഒക്കെ വേണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠനം ഉണ്ടായിരുന്നു. വേറെ സെയിം മീറ്റർ പിടിച്ചു പോവാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ പഠനങ്ങളൊന്നും വേണ്ട. അത് അങ്ങനെ തന്നെ പോയാൽ മതി. പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് പഠനം നടത്തുമ്പോഴാണ് നമുക്കൊരു ചലഞ്ചിങ് ഉണ്ടാവുന്നത്. പക്ഷെ ചിലപ്പോൾ പാളാം, ചിലപ്പോൾ നന്നാവാം. പക്ഷെ നമ്മളത് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ അതിൽ വിശ്വസിക്കുന്നു. ചിലപ്പോൾ റിസ്ക് ഭയങ്കര കൂടുതലാണ്. പക്ഷെ ഞാൻ അങ്ങനത്തെ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ. എനിക്ക് അങ്ങനെ പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കഥ വരികയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോവാൻ ഞാൻ അത് ശ്രമിക്കും. ആ ശ്രമം ഇനി തുടരുകയും ചെയ്യും. അപ്പൊ സാഗർ ഇപ്പം കുരുതിക്ക് ശേഷമല്ലേ ബിഗ് ബോസിൽ പോകുന്നത്? കുരുതിക്ക് ശേഷമല്ല. കുരുതിക്ക് ശേഷം ഞാൻ അല്ല, കാസർഗോഡ്, കാപ്പ ചെയ്തു. ജനഗണമ. ടൈം ലൈൻ ചോദിച്ചതാ. കുരുതി കഴിഞ്ഞിട്ടാണല്ലോ ബിഗ് ബോസ് വന്നത്. കുരുതി കഴിഞ്ഞിട്ടാണല്ലോ അല്ല, ബിഗ് ബോസ് കുരുതി കഴിഞ്ഞിട്ട് ഒരു 4-5 പടം കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ബിഗ് എനിക്ക് ബോസിലേക്ക് കുരുതി പോകുന്നത്. കഴിഞ്ഞ് കുരുതി കഴിഞ്ഞ് 4-5 സിനിമ എനിക്ക് കുരുതിയായിട്ട് നല്ല പടങ്ങൾ വരുന്നില്ല. എനിക്ക് സർവൈവ് ചെയ്യണ്ടേ. എനിക്ക് മുന്നോട്ട് പോകണ്ടേ. എത്രയും നമുക്ക് ജീവിക്കണ്ടേ ബേസിക്കലി. ഞാൻ ഇത്രയും PG MTech ഒക്കെ കഴിഞ്ഞ് ആ സമയത്ത് എന്റെ കൂടെ പഠിച്ചുള്ള ആൾക്കാർ ലക്ഷങ്ങളൊക്കെ സമ്പാദിച്ച് ഫാമിലി സെറ്റിൽ ആവുന്ന വീട്ടിലെ ആൾക്കാരൊക്കെ നോക്കുമ്പോ ഞാൻ അപ്പോഴും ഒരു വരുമാനമില്ലാണ്ട് ഇങ്ങനെ നടക്കുകയാണ്. കുരുതി എന്ന് സാഗർ പടം അവരെക്കാൾ ഏൺ ചെയ്യുന്നില്ലേ? അതൊക്കെ എന്റെ ഫ്രണ്ട്സ് എത്ര ഏൺ ചെയ്യണമെന്ന് പറയില്ല. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. ഉം. അല്ല, ഞാൻ ആണ്. ചോദിക്കുന്നത് ജസ്റ്റ് ടൈം ലൈൻ ചോദിച്ചു. അപ്പൊ കുരുതി കഴിഞ്ഞ് ഒരു 4 സിനിമ കഴിഞ്ഞ് ബിഗ് ബോസിലേക്ക് വരുന്നു. ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ പോയി ആ പലരും പറയുന്നത് കേൾക്കാറുണ്ട്, അത് പോവേണ്ടിയിരുന്നില്ല, ഇനി വിളിച്ചാൽ പോവില്ല. പക്ഷെ ബിഗ് ബോസ് കാരണമാണ് എനിക്ക് ഷുവർ. തോന്നുന്നു പണി സാഗറിലേക്ക് വന്നല്ലേ. ഉറപ്പായിട്ടും. അങ്ങനെ എന്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു പോവരുത്. പക്ഷെ എന്റെ അമ്മ ഭയങ്കര ഫാനായിരുന്നു ഈ ഷോന്റെ. എന്റെ ഒരേ സമയം തട്ടിമുട്ടി എന്ന് പറയുന്ന ഷോ എന്റെ പ്രോഗ്രാം ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യുമ്പോ അമ്മ എന്റെ ചാനൽ എന്റെ പരിപാടി കാണില്ല. നേരെ ബിഗ് ബോസ് കാണാം. അപ്പൊ അപ്പൊ അത്രയും ഫാനായിരുന്നു അമ്മ. അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ ഒരു ദിവസത്തിൽ വരും. അപ്പൊ നിനക്കൊന്നും കൂടിയേ പറ്റില്ല. നിന്റെ ക്യാരക്ടർ വെച്ച് അവിടെ നിൽക്കാൻ പറ്റില്ല. ശരിയാണ്. ഞാൻ അങ്ങനത്തെ ഞാൻ ഒരു പ്രശ്നത്തിനും അങ്ങനെ വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അമ്മ മരണപ്പെട്ടു. അമ്മയ്ക്ക് എന്റെ ഈ കരിയറിന്റെ ഗ്രോത്തോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഓഫർ വന്നത്. ആ സമയത്താണ് എനിക്ക് വേറെ നല്ല സിനിമകളൊന്നും വന്നിരുന്നില്ല. അപ്പൊ ഞാൻ എന്താ അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് എന്തായാലും കുറച്ച് അതിൽ പോയ കുറച്ച് ഫിനാൻഷ്യൽ അത്യാവശ്യം നല്ല ബെനിഫിറ്റ് ഉള്ള ഒരു ഷോയും കൂടിയായിരുന്നു. അപ്പൊ ഈ 2 കാരണമാണ് ഞാൻ ആ ഷോയിലേക്ക് പോവാനുള്ളത്. കാരണം പക്ഷെ അവിടുന്ന്
ഇങ്ങനത്തെ വലിയൊരു ചേഞ്ച് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഞാൻ അവിടുത്തെ തുടക്കം സമയത്ത് ബിഗ് ബോസ് ഞാൻ അവിടെ ആക്ടർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പെർഫോമൻസുകളൊക്കെ ഞാൻ അവിടെ ചെയ്തിരുന്നു. ഞാൻ എന്റെ ഒരു മാനറിസമേ ആയിരുന്നില്ല അതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്. പക്ഷെ അതൊക്കെ എന്തൊക്കെ ജോയിച്ചേട്ടനെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നെയും ജുനൈസിനും. അങ്ങനെയാണ് അത്രയും വലിയൊരു പടത്തിലേക്ക് എന്നെയും ജുനൈസിനെ അവിടുന്ന് കാസ്റ്റ് ചെയ്യുന്നത്. അത് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. അത് അമ്മയുടെ എന്റെ ഒരു അനുഗ്രഹം എന്റെ കൂടെ തന്നെ ഉണ്ട്, ഒരു പ്രസൻസ് ഉണ്ടെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഈ പണിക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ഒരു പാൻ ഇന്ത്യൻ ലെവലിലോട്ട് ആ പടം പോയി. ഇപ്പൊ കമൽ സാർ അതെ മാത്രം അതെ പറഞ്ഞുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അവിടെ അതെ അതെ കന്നഡയിലായാലും അതെ നിങ്ങൾക്ക് റിസപ്ഷൻ കിട്ടുന്നുണ്ട്, സാധാരണ വെച്ച് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവര് അതെ ഇങ്ങനത്തെ അതെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ ഈ ഈ ജേർണി പോകുന്നുണ്ടോ? ഏത് നമ്മുടെ മറ്റ് ഭാഷ പ്ലാൻസ് പരിപാടികൾ? വരുന്നുണ്ട്. മറ്റു ഭാഷകളിലാണെങ്കിലും സിനിമകൾ വരുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇപ്പൊ നമ്മൾ വെറുതെ നമുക്ക് ഒരു സിനിമ ചെയ്യാം, അന്യഭാഷയിൽ പോയി ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ചെയ്യണോണ്ട് കാര്യമില്ലല്ലോ. ആ സിനിമ കാര്യം കുറച്ച് ആൾക്കാരെങ്കിലും കാണണം. എന്നാലും നമ്മൾ ആ സിനിമ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഈ പടത്തിന്റെ പ്രൊഡക്ഷൻ ആണെങ്കിലും കാർത്തിക് സുബ്രാജ് ആണെങ്കിലും, കാർത്തിക് സുബ്രാജിന്റെ ബ്രദർ ആണെങ്കിലും അവരൊക്കെ നമ്മുടെ പെർഫോമൻസിനെ പറ്റി ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ആണെങ്കിലും ഗണപതിനാണെങ്കിലും അമീനാണെങ്കിലും. അപ്പൊ അവര് തന്നെ നമ്മളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. നല്ല സ്ക്രിപ്റ്റ് നമുക്ക് വരും, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യണം. അപ്പൊ അതിന് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. പക്ഷെ നല്ലൊരു കഥയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. പക്ഷെ ഹോപ്പ്ഫുള്ളി നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റും അടുത്തുള്ള വർഷങ്ങളിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഭയങ്കര വെയിറ്റ് ഡിഫറെന്റ് ആണ് സാറിന്റെ അപ്രോച്ച്. എനിക്ക് ഓരോ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് മറുപടി കേൾക്കുമ്പോൾ ഭയങ്കര അസ്റ്റോണിഷിംഗ് ആയിട്ട് തോന്നുന്നു. കാരണം സാധാരണ എങ്ങനെയെങ്കിലും മറ്റു ഭാഷകളിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ അടുത്തേക്ക് എനിക്ക് അവിടെ പോയാൽ മാത്രം പോരാ, അവിടെ എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റണം എന്ന് പറയുന്ന ഒരു അത് ഇത് അഹങ്കാരാണെന്ന് തോന്നുന്നല്ലോ. പക്ഷെ അതാണ് ആഗ്രഹം. അത് അഹങ്കാരമായിട്ട് അങ്ങനെ സൗണ്ട് ചെയ്തില്ല, ഞാൻ ഉം ഡിഫറെന്റ് ആയിട്ട് ഉം. തോന്നിയെന്നാ പറയുന്നത്. ആ ഒരു ആണ്. മൈൻഡ് സെറ്റ്. അപ്പൊ അതിന്റെ വരുന്നുണ്ട്. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ ആ സിനിമ അത്രത്തോളം ശ്രദ്ധിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ലാത്ത കാരണം ഞാൻ അത് കമ്മിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഉറപ്പായിട്ടും അങ്ങനത്തെ സ്ക്രിപ്റ്റ് വരും എന്ന് ഞാൻ തന്നെയാണ് വിശ്വാസം. ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വേഷം വരും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാത്തിരിക്കാം. ക്ലിയർ ആണ്. അതുകൊണ്ട് മാത്രം ഒരു ക്വസ്റ്റ്യൻ, ഒരു ഡയറക്ടറിനോടോ ഉം. പ്രൊഡ്യൂസറിനോടോ കഥ കേട്ടതിന് ശേഷം കൈ കൊടുക്കുന്ന മൊമെന്റ് ഉണ്ടല്ലോ, യെസ് എന്ന് ഉം. ഉം. പറയുന്നതിൽ എത്ര സമയം എടുക്കും? സാധാരണ ചിലർ സ്ക്രിപ്റ്റ് ഉടനെ കേട്ട് സം പറയാറുണ്ട്, അതോ സമയം എടുക്കും? ആഹ് സമയം എടുക്കാറുണ്ട്. ഞാനിപ്പോ എത്ര നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിലും ഞാൻ അപ്പ ഓക്കെ എന്ന് പറയില്ല. ഞാൻ എന്റെ രീതിയിൽ ആ സ്ക്രിപ്റ്റ് ഒന്ന് പ്രോസസ് ചെയ്യും. ഈ സീനുകളൊക്കെ വന്ന് എങ്ങനെയിരിക്കും, എങ്ങനെയായിരിക്കും അതിനെപ്പറ്റി പഠിക്കാൻ 2, 3, 4 ദിവസമൊക്കെ ഒരാഴ്ചയിലും സമയം തരാൻ പറയും. ആ ഒരാഴ്ച എടുത്തിട്ടാണ് ഞാൻ പിന്നെ ഓക്കെ എന്നുള്ള രീതിയിലേക്ക് ഞാൻ എത്തുക. ഇതിന് ടെക്നിക്കൽ സൈഡും ചോദിക്കും, ആരൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കും. എന്നിട്ടാണ് ഓക്കെ പറയാ. മനസ്സിലായി. ഇപ്പം പ്രകമ്പനം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വലിയ മാസ് ആയിട്ടുള്ള പ്രൊമോഷൻസ് ഒന്നും നടത്തിയിരുന്നില്ല. ഇല്ല, ഓഫ്കോഴ്സ് നിങ്ങൾ ഇല്ല. ഇന്റർവ്യൂസ് കൊടുത്തിരുന്നു, ഉണ്ടായിരുന്നു, നോർമൽ അതൊന്നും പ്രൊമോഷൻ ഇല്ലെന്നല്ല. നോർമൽ പ്രൊമോഷൻ, സാധാരണ ഒരു പടം എത്തുന്നുണ്ട് എന്ന് അറിയിക്കുക എന്നതാണ്. ആണ്. പക്ഷെ ഒരു ഒരു ഘട്ടത്തിൽ ഈ പടം ഒരു 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 എന്താ ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഇങ്ങനെ പോകുന്ന ഒരു ടൈം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അറിയേണ്ടത് നിങ്ങൾ തമ്മിലുള്ള സംഭാഷണം എങ്ങനെ ഉണ്ടായിരുന്നു? എടാ ബുക്ക് മൈ ഷോ ഇപ്പൊ ട്രെൻഡിങ്ങിൽ കയറുന്നുണ്ട്, ബുക്കിംഗ് ഇപ്പൊ ട്രെൻഡിങ് കയറുന്നുണ്ട്, ഈ ഷോ ഫുള്ള് നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസ് എങ്ങനെ അതെ, ഉണ്ടായിരുന്നു? അതെ, അതെ. ഡയറക്ടർ നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു ഇഷ്ടം? അല്ല നമ്മളിപ്പോ പടം ഇറങ്ങണേക്കാട്ടും മുന്നേ നമ്മള് ആക്ടേഴ്സിന്റെ ഇടയിലാണെങ്കിലും പ്രൊഡക്ഷൻ സൈഡിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എടാ ഈ സിനിമ ഇറങ്ങിയിട്ട് വിജയിച്ചില്ലെങ്കിൽ എന്റെ ജഡ്ജ്മെന്റ് തെറ്റും. എനിക്കിനി അറിയില്ല എന്ത് സിനിമയാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക, എന്ത് സിനിമയാണ് ഇനി ചെയ്യേണ്ടത് എന്നെനിക്ക് എന്റെ കാൽക്കുലേഷനെ തെറ്റിപ്പോകും സിനിമയുടെ. പക്ഷെ അത് തെറ്റിയില്ല. അപ്പൊ ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരുന്നു. ഇത് പതിയെ പതിയെ ഷോസ് വരും, മൗത്ത് പബ്ലിസിറ്റിയോടെ കയറും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതേപോലെ നടക്കുകയും ചെയ്തു. അപ്പൊ നമ്മള് എല്ലാരും ഇന്ന് പറയടാ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആയില്ലടാ, നമ്മുടെ ജഡ്ജ്മെന്റ് തെറ്റിയില്ലല്ലോ, ഇത് കറക്റ്റ് ആടാ നമ്മുടെ ജഡ്ജ്മെന്റ്, ഇത് തെറ്റാണ്ട് നമുക്ക് ഇനി മുന്നോട്ട് പോവാം, നമ്മള് പറയുന്ന കാര്യങ്ങള് ഓഡിയൻസിന് കണക്ട് ആവുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. നമ്മുടെ ജഡ്ജ്മെന്റ് ശരിയായി എന്നുള്ള സന്തോഷമാണ് ഏറ്റവും കൂടുതലുണ്ടായത് ഇതിൽ റൈറ്റേഴ്സിനാണെങ്കിലും ഡയറക്ടേഴ്സിനാണെങ്കിലും ടെക്നീഷ്യൻസിനാണെങ്കിലും. എന്നാൽ മാത്രമേ ഇനിയും പുതിയ കഥകളും കാര്യങ്ങളൊക്കെ സംഭവിക്കുള്ളൂ. ഇത് വർക്കായില്ലെങ്കിൽ പിന്നെ പുതിയ ക്രാഫ്റ്റിനെ പറ്റി ചിന്തിക്കാൻ ഇതിന്റെ റൈറ്റേഴ്സിനോ ഡയറക്ടേഴ്സിനോ ആക്ടേഴ്സിനോ ഒക്കെ പേടിയായേനെ. മനസ്സിലായി. അപ്പൊ ആ ജഡ്ജ്മെന്റ് റെഡിയായി. അപ്പൊ ആ ജഡ്ജ്മെന്റ് തുടർന്നും കരിയറിൽ ഉണ്ടാവട്ടെ സാഗർ. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഈ മൈൻഡ് സെറ്റ് ഉണ്ടാവട്ടെ. മാറ്റാതിരിക്കുക താങ്ക് എന്നതാണ് യു. എന്റെയും ആഗ്രഹം. ഇതേ മൈൻഡ് സെറ്റിൽ പോവുക. പിക്ക് വാട്ട് യു താങ്ക് യു സോ വാണ്ട്, മച്ച്. അല്ലെങ്കിൽ അങ്ങനെ ക്യാരക്ടേഴ്സ് കിട്ടുന്നതനുസരിച്ച് തിരഞ്ഞു പിടിച്ച് പോകാൻ പറ്റട്ടെ. താങ്ക് യു സാഗർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. സീ യു താങ്ക് സൂൺ. യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.